സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞമൈറ്റി. സോ ഗൈസ്, നമ്മൾ ഒരു ട്രഷർ ലിങ്കിൻ്റെ ഒരു 11 ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാനുണ്ട് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് റിയോ ഫെർഡിനൻഡ് അല്ലെങ്കിൽ ജാൻ കൊള്ളറുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും തോമസ് പറഞ്ഞെടുത്തത് തുടങ്ങാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും 11 ട്രൈ ഉണ്ട്. ആദ്യത്തെ ഒരു ട്രൈ നമ്മൾ നേരിട്ട് കൊടുക്കാറുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ അവസാനത്തെ 10 നമുക്കൊന്ന് ട്രിക്കൊക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ സ്കിപ്പ് അടിക്കാൻ നമുക്ക് എന്തായാലും ആരുമല്ല. ഓക്കെ, അതെന്തായാലും ബേസാണ്. ഓക്കെ, ഈ 10 ട്രൈയിലാണ് നമ്മുടെ പ്രതീക്ഷ കേട്ടോ ഗൈസ്. നമുക്ക് കുറച്ച് ട്രിക്കൊക്കെ ചെയ്യണം എന്തായാലും. ഓക്കെ, ട്രിക്ക് ചെയ്താലേ കിട്ടുള്ളൂ. എൻ്റെ അനിയനാണ് ട്രിക്ക് ചെയ്യുന്നത്. അനിയൻ ട്രിക്കിൻ്റെ ഒരു വീരനാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല. എന്നുവെച്ചാൽ അവൻ എനിക്ക് കുറേ പിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഒലീസേനെ പഠിപ്പിച്ചത് ഞാൻ തന്നെയാണ് കേട്ടോ ഗൈസ്. ഒലീസേനെ ഞാൻ റീട്രൈ കിട്ടിയപ്പോൾ അപ്പനെ പോയി ജസ്റ്റ് ഒന്ന് വേഗം പോയി കറക്കി അതേ കത്തണു AMF അങ്ങനെ. ഒലീസേനെ ഞാൻ തന്നെയാണ് കറക്കിയത്. ഡ്രസ് അല്ലെങ്കിൽ ഇപ്പോൾ 15, 35, 36 സ്പിൻ ചെയ്തു. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് 36 സ്പിന്നിലൊന്നും കിട്ടിയിട്ടില്ല. ഇനി 23 സ്പിന്നും കൂടെ ഉള്ളൂ. എന്തായാലും ആരെങ്കിലും കിട്ടുമെന്നുള്ള കാര്യം നോക്കണം. ഈ 10 സ്പിന്നിൽ റിയോനെ കിട്ടിയ അടുത്ത 10 കൊള്ളറിനെ കിട്ടിയ ഹാപ്പിയസ്റ്റ് എൻഡിങ് ആയിട്ട് നമുക്ക് ഡ്രസ് ലിങ്ക് ഈ കൊല്ലത്തെ അവസാനിക്കും അല്ലേ. ഇനി അടുത്ത 2027 ഈ ഫുട്ബോളിനുള്ളിൽ ഈ കൊല്ലത്തെ ഡ്രസ് ലിങ്ക് അവസാനിക്കും. പിന്നെ ശരിക്കും വർഷത്തിൽ നോക്കാൻ വെച്ചാൽ ഇത് അവസാനിക്കില്ല. 2027 ആവണമല്ലോ. ഇപ്പോൾ 2026. അതായത് കൊള്ളറുണ്ട് നമ്മുടെ കൂറ്റപ്പൻ കൊള്ളർ, ദ ബിഗ് ഷോ ഓഫ് ദി ഗെയിം ജാൻ കൊള്ളർ. 202 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു കൊള്ളറാണ് നമ്മുടെ. കൊള്ളറിൻ്റെ സ്റ്റാറ്റ്സ് ഒന്ന് നിങ്ങൾക്ക് നോക്കാട്ടോ ഗൈസ്. ഇപ്പോൾ തന്നെ അതായത് 81 അറ്റാക്കിംഗ് ഇവൻസ്, അത് ഓക്കെ പോട്ടെ. ഇപ്പോൾ തന്നെ ട്രെയിൻ ചെയ്യേണ്ട ഒരു ഹെഡിങ് നോക്കിയാൽ 92, ഒരു ഏറ്റവും പിന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റ് 91. ഒരു പ്ലെയർ ട്രെയിൻ ചെയ്തിട്ടും ഇത്ര പോലും ആവണമെന്ന് ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്. പക്ഷെ കൊള്ളർ ട്രെയിൻ ചെയ്യാതെ വരെ കൊള്ളറിൻ്റെ ഫിസിക്കൽ കോണ്ടാക്റ്റും ഹെഡിങ്ങും നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതേപോലെയാണ് നമ്മുടെ കൊള്ളറിന് ഞാൻ കൂറ്റപ്പൻ എന്നുള്ള പേര് പിടിക്കുന്നത്. കാണുമ്പോൾ തന്നെ കൊള്ളർ ഒരു കൂറ്റൻ തന്നെയാണ്. ഒരു മൊട്ട കൊള്ളർ, ജാൻ കൊള്ളർ. പേരും അടിപൊളി പേര് തന്നെയാണ് ജാൻ കൊള്ളർ. ഒരു ബിഗ് ഷോൻ്റെ പേര് തന്നെയുണ്ട് കൊള്ളറിന്. 202 ഹൈറ്റുള്ള. ഇപ്പോഴും കൊള്ളറിന് 202 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടോ? ഞാനൊന്ന് ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞൊന്ന് ഗൂഗിളിലൊന്ന് അടിച്ച് നോക്കണം കൊള്ളറിൻ്റെ ഇപ്പോഴത്തെ ഹൈറ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ മെയിൻ ടാർഗറ്റ് നമ്മുടെ റിയോ ഫെർഡിനൻഡ് ആണ്. സെക്കൻഡ് ടാർഗറ്റാണ് നമ്മുടെ കൊള്ളർ. ബാക്കി 3 പേരെയും എനിക്ക് ആവശ്യമില്ല. ആ 3 പേരിൽ ആരെങ്കിലും ആകെ കിട്ടാൻ വെച്ചാൽ ഞാൻ അപ്പം തന്നെ സ്പോട്ടിൽ നമ്മൾ റിലീസ് ചെയ്യൂട്ടോ. അപ്പോൾ അത് ഞാൻ തീരുമാനിച്ച കാര്യം തന്നെയാണ്. അപ്പം തന്നെ നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ആവശ്യമില്ല, അതാണ് മെയിനായിട്ട് എനിക്ക് ആവശ്യമില്ല. അവർ 103, 102 അവരെന്താ സിംഗിൾ ബൂസ്റ്ററാണ്. നമുക്കിപ്പോൾ 103ൻ്റെ പ്ലെയേഴ്സാണ് മൊത്തം. പക്ഷെ അവർക്കൊക്കെ ഡബിൾ ബൂസ്റ്ററാണ് അവരൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവരെന്തായാലും ഞാൻ കളയും. ഈ 3 പേരെ കിട്ടിയാൽ നമ്മളെന്തായാലും കളയും. അപ്പോൾ നമ്മുടെ അനിയനാണ് ഇവിടെ ട്രിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രിക്ക് ഏകദേശം കഴിയാറായിട്ടില്ല, എന്നാലും കുറച്ച് നേരം കൂടിയും. ഓക്കെ, കുറച്ച് നേരം കൂടിയുള്ളൂ. ഏകദേശം ആയി വരുന്നു എന്ന് വേണം പറയാൻ. റിയോ ഫെർഡിനൻഡിനും കുറിച്ച് പറയാനെന്ന് വെച്ചാൽ ഒരു ബീസ്റ്റ് സെൻറ്റർ ബാക്കിന് ഈ ഫുട്ബോളാണ്. 28 വയസ്സ്, 192 ഹൈറ്റുള്ള ഒരു ബിൽഡപ്പ് ഏരിയൽ ഫോർട്ട് റിയോ ഫെർഡിനൻഡാണ് വന്നിരിക്കുന്നത്. ഒരു ബീസ്റ്റ് സെൻറ്റർ ബാക്ക്, ഫ്രീ ടു പ്ലേയുടെ ഒരു ബീസ്റ്റ് സെൻറ്റർ ബാക്കായി മാറാൻ നല്ലൊരു ചാൻസ് ഉള്ള ഒരു സെൻറ്റർ ബാക്ക് തന്നെയാണ് നമ്മുടെ റിയോ ഫെർഡിനൻഡ്. കുറേ ആൾക്കാരൊക്കെ റിയോ ഫെർഡിനൻഡിൻ്റെ ഒരു പ്രീമിയം ലെവൽ സെൻറ്റർ ബാക്കിൻ്റെ കാർഡാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അവർ ഫ്രീ ആയി കൊണ്ടുവന്നപ്പോൾ 4 സെൻറ്റിമീറ്റർ ഹൈറ്റും കുറച്ചു, 2-3 റേറ്റിങ്ങും കുറച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഫ്രീ ടു പ്ലേയിലൊരു കിങ് സെൻറ്റർ ബാക്ക് ആവാൻ നമ്മുടെ റിയോക്ക് സാധിക്കുമെന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മുടെ കൊള്ളർ എന്ന് പറയുമ്പോൾ ഫ്രീ ടു പ്ലേ അല്ല, ഏത് തരം പ്ലേയേഴ്സാണെങ്കിലും, അതായത് ഇപ്പോൾ ഫ്രീ ടു പ്ലേ ആയാലും പേ ടു വിൻ ആയാലും കൊള്ളർ ആണ് നമ്മുടെ ഈ ഫുട്ബോളിൽ ഏറ്റവും മികച്ച ഹെഡ് മെഷീൻ എന്ന് വേണം പറയാൻ. കൊള്ളറിനെ കടത്തി വെട്ടാൻ ഈ ഫുട്ബോളിൽ ഹെഡ് ചെയ്യാൻ വേറെ ആളില്ലെന്ന് വേണം പറയാൻ. ഓക്കെ, ഹെഡിങ്ങിൻ്റെ ഒരു വീരപ്പനാണ് നമ്മുടെ കൊള്ളർ. അതേത് കാർഡായാലും കൊള്ളറിൻ്റെ കാർഡ് എന്തായാലും ഹെഡ് ചെയ്യും. അത് ഏത് ഫ്രീ കാർഡായാലും, ഏത് എപ്പിക്കായാലും, ഏത് പേ ടു വിൻ കാർഡായാലും
കൊള്ളർ ഈസ് കൊള്ളർ. കൊള്ളറിൻ്റെ ഏത് കാർഡ് എടുത്താലും നിങ്ങൾക്ക് ഹെഡ് ചെയ്യാൻ ഉപയോഗിക്കാൻ എന്തായാലും സാധിക്കും. എന്തായാലും ട്രിക്കൊക്കെ ഏകദേശം കഴിയുന്നു. ഓക്കെ, നമ്മുടെ ഷോർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഇനി കറക്കാനുള്ള മൂഡിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ കറക്കാനുള്ള ഒരു മൂഡിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, കഴിയാറായിട്ടുണ്ട്. എന്തായാലും സമയം 2 മണിയായിട്ടുണ്ട്. ട്രിക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടെന്നാണ് പറയാൻ. ഓക്കെ, അപ്പം എന്തായാലും 214 പ്ലേയേഴ്സ് ബാക്കിയുണ്ട് 250 പ്ലേയേഴ്സിൽ. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് 2 പ്ലെയർ, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത 212 പ്ലെയേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ഇതിൽ 10 സ്പിന്നിൽ നമുക്ക് ആവശ്യമുള്ള പ്ലെയറിനെ തരണം എന്ന് വെച്ചാൽ അതൊരു കഷ്ടപ്പെട്ട പരിപാടി തന്നെയാണ്. പക്ഷേ നമ്മുടെ ലക്ക് അനുസരിച്ച് നമുക്ക് കിട്ടാണ്ടിരിക്കാനും വഴിയില്ല. ഇന്നലെ ഒലീസേനെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് 10 ക്യാൻസൽ കൊടുത്ത് 11ാം സ്പിന്നിൽ പൂശാമെന്നാണ് നമ്മുടെ അനിയൻകുട്ടി പറയുന്നത്. ഓക്കെ, അനിയനെ ദൈവത്തോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ദൈവത്തിൻ്റെ ഒരു കരുണ നമുക്ക് എന്തായാലും എപ്പോഴും വേണം. അതുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് കറക്കിയാൽ കിട്ടും. അതിന് മുന്നത്തെ സ്പിന്നൊന്നും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതാണ് മെയിനായിട്ട്. എന്തായാലും കൊടുക്കാം ഗൈസ്. ഓക്കെ, 10ൻ്റെ സ്പിൻ അഗെയിൻ ഇതാ പോകുന്ന ഗൈസ്. നമ്മുടെ ടാർഗറ്റ് റിയോ ഫെർഡിനൻഡും ജാൻ കൊള്ളറും. ഓക്കെ, 10ൻ്റെ സ്പിൻ ഇതാ അമർത്തി വിടാൻ പോകുന്നു. ഇട്ടിരിക്കുന്നു, നമുക്ക് നോക്കാം. ഓക്കെ, കിട്ടി. അല്ല റിയോ അല്ല റൗഗോ. വിളിക്കണം ഗൈസ്, വിളിക്കണം. കിട്ടിയിട്ടുണ്ട്. അയ്യോ, ജാൻ കൊള്ളർ അല്ല, ദൈവമേ കിട്ടണേ. ജാൻ കൊള്ളർ അല്ലെങ്കിൽ റിയോ ഫെർഡിനൻഡ്. ദൈവമേ കൊള്ളറ്. ഇറ്റ്സ് ജാൻ കൊള്ളർ എന്ന കൂറ്റപ്പന കിട്ടി ഗൈസ്. 214 പ്ലെയേഴ്സിൽ നിന്ന്, അതും നമ്മുടെ ടാർഗറ്റ് 2 പ്ലെയേഴ്സ് മാത്രം. അതിൽ ഒരു പ്ലെയറിനെ നമുക്ക് കിട്ടി. ദ ബിഗ് ഷോ ജാൻ ഫ്രീക്കിംഗ് കൊള്ളർ ഗൈസ്. ഇനി റിയോ മാത്രം നമ്മുടെ ടാർഗറ്റ് ഉള്ളൂ ഗൈസ്. നമുക്കൊന്ന് ട്രെയിൻ ചെയ്യാം ഗൈസ് ജാൻ ഫ്രീക്കിംഗ് കൊള്ളറിനെ ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും റിലീസ് ചെയ്യാല്ലേ ഇവരെ. 24 പ്ലേയേഴ്സ്. നമുക്കൊരു സെക്കൻഡ് സ്കോഡ് ഉണ്ടാക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ട്രെയിൻ ചെയ്യാം ആദ്യം. എന്നിട്ട് സ്കോഡൊക്കെ ഉണ്ടാക്കി നാളെ ഗെയിം പ്ലേ ചെയ്യാം അല്ലേ. ഓക്കെ, ട്രെയിൻ ചെയ്യാം നമുക്ക് ആദ്യം. ജാൻ കൊള്ളർ ട്രെയിനിങ് കംപ്ലീറ്റ് ആയി. പ്ലെയർ പ്രോഗ്രഷനൊക്കെ ഓട്ടോ വന്നിട്ടുണ്ടല്ലേ. എന്നാലും നോക്കാല്ലേ ഇനി എങ്ങാനും വന്നിട്ടില്ലെങ്കിലേ. ഓക്കെ, നമുക്ക് എന്തായാലും ജാൻ കൊള്ളറിനെ ട്രെയിൻ ചെയ്ത് ടീമിലോട്ട് ഇട്ടിട്ടൊന്ന് റേറ്റിംഗ് നോക്കി നോക്കാം ഗൈസ്. 101 ജാൻ കൊള്ളർ ടാർഗറ്റ് മാൻ, 202 സെൻറ്റിമീറ്റർ, 31 വയസ്സ് ടാർഗറ്റ് മാൻ, 96 അറ്റാക്കിംഗ് അവയർനെസ്, 95 ഫിനിഷിങ്, 99 ഹെഡിങ്, സെറ്റ് പീസ് ടേക്കിംഗ് 80, കിക്കിംഗ് പവർ 92, ജമ്പിങ് 82, ഫിസിക്കൽ കോണ്ടാക്ട് 99. ദ ബിഗ് മാൻ ഈസ് ഹിയർ ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.